കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ചത് കേന്ദ്ര ബജറ്റാണ്. പക്ഷേ കാവ്യഭൂമി പത്രത്തിൽ ബജറ്റ് വിശകലന പേജിൽ ഇന്ന് ഒരു കാർട്ടൂണുണ്ട്. ഗോപികൃഷ്ണൻ എന്ന ചങ്ങാതിയാണ് സൃഷ്ടികർത്താവ്. സാധാരണ നിലയിൽ ഒരു കേന്ദ്ര ബജറ്റ് വിശകലനത്തോടൊപ്പം ഒരു കാർട്ടൂൺ വരയ്ക്കുമ്പോൾ പ്രധാനമന്ത്രിയോ കേന്ദ്ര ധനമന്ത്രിയോ അല്ലേ കഥാപാത്രങ്ങളാകേണ്ടത്? ഇവിടെ ഗോപികൃഷ്ണൻ കഥാപാത്രമാക്കിയത് സംസ്ഥാന മുഖ്യമന്ത്രിയെ ആണ്. എന്തുകൊണ്ടാണിത്? കേന്ദ്ര ബജറ്റ് കോർപ്പറേറ്റ് പാദസേവയാണെങ്കിൽ ആ പാദസേവ നടത്തുന്ന കേന്ദ്ര ഭരണാധികാരികൾക്ക് പാദപൂജ നടത്തുന്ന അഭിനവ മാധ്യമ പ്രവർത്തനമാണിത്. അല്ലെങ്കിൽ കേന്ദ്ര ഭരണാധികാരികളെ വിമർശിക്കാനുള്ള നട്ടെല്ലില്ലായ്മ, നട്ടെല്ല് വളച്ച് വാഴനാരാക്കിയ മാധ്യമ മുതലാളിമാരുടെ അനുസരണശീലരായ വളർത്തു മനുഷ്യ രൂപങ്ങൾ. ഗോപികൃഷ്ണന് മറ്റൊരു ശങ്ക കൂടി ഉണ്ടായേക്കും. അത് തൻ്റെ മുതലാളി ഈയിടെ ഒരു കാര്യം പറഞ്ഞതാണ്. കേന്ദ്ര മന്ത്രിസ്ഥാനം വരെ തനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന്. ഇനി മുതലാളിക്ക് ബിരിയാണിയെങ്കിലും കിട്ടിയാലോ? തനിക്ക് ബിരിയാണി പീസിൻ്റെ എല്ലിൻ കഷ്ണമെങ്കിലും കിട്ടുമല്ലോ. അതല്ലെങ്കിൽ താനൊരു കാർട്ടൂൺ വരച്ചതിൻ്റെ പേരിൽ മുതലാളിക്ക് ബിരിയാണി കിട്ടാതായാലോ? ഏതായാലും ഗോപികൃഷ്ണനോടും ആ പത്രത്തിൻ്റെ നടത്തിപ്പുകാരോടും ഒന്നേ പറയാനുള്ളൂ, ഈ പാദസേവ തുടരുക. ലക്ഷ്യം കാണും വരെ നാണവും മാനവും വിറ്റ് പണമുണ്ടാക്കിയാൽ പണം ഇത് രണ്ടും തിരിച്ചു കൊണ്ടുവരുമെന്നാണല്ലോ ചൊല്ല്. കാവ്യഭൂമി മാത്രമല്ല, മനോരമാദി പത്രങ്ങളും ചാനലുകളുമെല്ലാം കേന്ദ്ര ബജറ്റിനെ മഹാസംഭവമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേറ്റുകളുടെ പാദസേവ നടത്തുന്ന ഭരണാധികാരികൾക്ക് വേണ്ടിയുള്ള പാദ പൂജയാണ്. മലയാള മനോരമയുടെ തലക്കെട്ട് നോക്കൂ, തെരഞ്ഞെടുപ്പിലേക്ക് കരുതൽ നീക്കം എന്ന്. എന്നാൽ ആർക്കാണ് കരുതൽ? നികുതിയിൽ ഇളവില്ല, ജനപ്രിയ പദ്ധതികളില്ല, ജനങ്ങളെ പിഴിയുന്ന ബജറ്റ്. എന്നിട്ടും മനോരമയ്ക്ക് അത് കരുതലാണ്. പണ്ട് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി എഴുതിക്കൂട്ടിയ കരുതൽ പോലെ. കേരളം ചോദിച്ചില്ല, കേന്ദ്രം തന്നതുമില്ല എന്ന ഒരു വാർത്തയുമുണ്ട് കൂട്ടത്തിൽ. ആ വാർത്തയിൽ തന്നെ മനോരമ ലേഖകൻ പറയുന്നു, നൂതന ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ധനസഹായം ഉറപ്പാക്കാനാണ് പുതിയ പ്രഖ്യാപനമെങ്കിലും ഇത് നേരിട്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകുമോ സംസ്ഥാനങ്ങൾക്ക് കൈമാറുമോ എന്ന് വ്യക്തമല്ല. അതായത് കേന്ദ്രം പ്രഖ്യാപിച്ച പദ്ധതി ആർക്കെന്നോ എന്തെന്നോ എങ്ങനെയെന്നോ പോലും ഒരു നിശ്ചയവുമില്ല. പക്ഷേ ഒരു നിശ്ചയം ഉണ്ട്. അത് മനോരമ പറയുന്നു, കേന്ദ്ര ബ്രാൻഡിംഗ് നിർബന്ധമെന്ന്. അതായത് എല്ലാറ്റിനും മോഡിയുടെ ചാപ്പ കുത്തണമെന്ന്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന പദ്ധതികളെ പഴയ രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും പോലെ തങ്ങളുടെ ഭിക്ഷയായി അവതരിപ്പിക്കുന്ന നെറികേട്. റെയിൽവേ സ്റ്റേഷനുകളിലും പെട്രോൾ പമ്പുകളിലും പോലും ദൈവത്തെ പോലെ മോഡിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുന്ന അതേ നാണക്കേട്. ഇനി കക്കൂസുകൾക്ക് മാത്രമേ മോഡിയുടെ പ്രതിമ വെക്കാൻ ബാക്കിയുള്ളൂ. തെലങ്കാനയിൽ ഈ തന്നെ പൊക്കി പരിപാടിക്ക് ബദലായി അവതരിപ്പിച്ചത് അനുദിനം കുതിച്ചുയരുന്ന ഗ്യാസ് കുറ്റിക്ക് മുകളിൽ മോഡിയുടെ ഫോട്ടോ പതിച്ചായിരുന്നു. ഇങ്ങനെ മോഡി ഭരണത്തിൽ ദുരിതത്തിലാഴ്ന്ന കർഷകരും കർഷക തൊഴിലാളികളും തൊഴിൽ രഹിതരായ യുവജനങ്ങളും എല്ലാം നെഞ്ചത്ത് മോഡിയുടെ ചാപ്പ കുത്തി പ്രതിഷേധിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് രാജ്യം അനുദിനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ വലത് മാധ്യമങ്ങളുടെ മോഡി സ്തുതിക്ക് ഒരു കുറവുമില്ല. സ്തുതി ഭക്തിയിലേക്ക് മാറ്റാൻ സംഘികൾ ശ്രമിക്കുമ്പോൾ അതും മാധ്യമങ്ങൾക്ക് ആഘോഷമാണ്. തമിഴ് കവികളുടെ കവിതാശകലങ്ങൾക്ക് പകരം പല അവസരങ്ങളായി മോഡി വചനങ്ങളാണ് വായിച്ചത്. ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തമിഴ് കവികളുടെ കവിതാശകലങ്ങൾക്ക് പകരം പല അവസരങ്ങളായി മോഡിയുടെ വചനങ്ങളാണ് ഉരുവിട്ടത്. അതും വലിയ സംഭവമായി വ്യാഖ്യാനിക്കുന്നു ഈ മാധ്യമങ്ങൾ.
ബജറ്റിൽ നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം ധനമന്ത്രിയുടെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ല, പകരം മോഡിജിയുടെ സൗജന്യങ്ങളാണ് എന്ന വ്യാഖ്യാനവും. മോഡിയെ ബ്രാൻഡ് ചെയ്ത് സംഘപരിവാറുകാരും കോർപ്പറേറ്റുകളും ആസൂത്രണം ചെയ്യുന്ന ഈ ജനവഞ്ചനയാണ് തുറന്നു കാട്ടപ്പെടേണ്ടത്. പകരം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന രാജ്യത്തെ സംഘപരിവാർ പാളയത്തിൽ തളച്ചിടാൻ മാധ്യമങ്ങൾ കാട്ടുന്ന തറവേലകളാണ് നാം അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനത്തേതാണ് ഈ ബജറ്റ് വിശകലനങ്ങളും. പ്രതിപക്ഷ നേതാവിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണത്തിന് അദ്ദേഹം നൽകിയ മറുപടി ചിരിക്കണോ അതോ കരയണോ എന്നാണ്. ഇതാണ് ബുധനാഴ്ച ദൃശ്യമാധ്യമങ്ങളും വ്യാഴാഴ്ച വർത്തമാന പത്രങ്ങളും ആ വാർത്തക്ക് നൽകിയ തലക്കെട്ടിനൊപ്പം ചേർത്തത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രതികരണം യഥാർത്ഥത്തിൽ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ ഫഹദ് ഫാസിൽ കഥാപാത്രത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുമ്പോൾ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന കള്ളൻ്റെ അതേ തറവേല, അതേ മുഖഭാവം. പക്ഷേ മാധ്യമങ്ങൾ അത് ആരോപണമുന്നയിച്ച PV അൻവറിനെ പരിഹസിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. ഇതാണ് മാധ്യമ തന്ത്രം. 150 കോടി രൂപയുടെ കോഴ ആരോപണമാണ് അൻവർ ഉന്നയിച്ചത്. അൻവർ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധിയാണ്. ആരോപണം ഉന്നയിച്ചത് നിയമനിർമ്മാണ സഭയിലാണ്. അതിൻ്റെ ഗൗരവം ചോർത്താനും പ്രതിപക്ഷ നേതാവിന് സുരക്ഷാ കവചം ഒരുക്കാനുമുള്ള തന്ത്രം. ഈ പ്രതിപക്ഷ നേതാവ് അത്ര ക്ലീൻ ആണോ? പുനർജനി തട്ടിപ്പ് ഉൾപ്പെടെ ഒരുപാട് കഥകളില്ലേ? നവമാധ്യമങ്ങളിലൂടെ കേട്ടാലറക്കുന്ന അശ്ലീല പദങ്ങൾ പ്രയോഗിച്ച മാന്യനല്ലേ? താരകേശ്വരിമാരുടെ വെളിപ്പെടുത്തലുകൾ ഇല്ലേ? എന്നിട്ടുമെന്തേ മാധ്യമങ്ങൾക്ക് അൻവറിൻ്റെ ആരോപണത്തോട് ഈ പുച്ഛം? അതുമാത്രമോ, അൻവർ മുമ്പ് എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം പിന്നീട് സത്യമാണെന്ന് തെളിഞ്ഞു. അങ്ങനെ ഒരാളുടെ ആരോപണത്തെ പുച്ഛിക്കുന്ന ഈ മാധ്യമങ്ങളാണ് ദേശാഭിമാനി പണ്ടെങ്ങോ പുറത്താക്കിയ ഒരു വിദ്വാന്റെ കൈതോലപ്പായ ജൽപ്പനം ആഘോഷിച്ചത്. ദൃശ്യമാധ്യമങ്ങൾ എത്ര ദിവസമാണ് അന്തിച്ചർച്ച നടത്തിയത്? വർത്തമാന പത്രങ്ങൾ എത്ര ദിവസമാണ് ഒന്നാം പേജിൽ ലീഡ് വാർത്തയാക്കി ആഘോഷിച്ചത്? ഒടുവിൽ വിദ്വാൻ ആ പായയും ചുരുട്ടി ചാടിപ്പോയില്ലേ? മാധ്യമങ്ങൾ വിട്ടില്ലല്ലോ. സിംഗപ്പൂരിലെ കമല ഇന്റർനാഷണൽ, കുന്നംകുളത്തെ ആഡംബര വീട്, ദിലീപ് രാഹുലൻ തുടങ്ങി എന്തെല്ലാം ഏതെല്ലാം ഉണ്ടാക്കി. അപ്പോഴൊക്കെ അതെല്ലാം നിഷ്കളങ്കമായി അവതരിപ്പിച്ചവരാണ് ഈ മാധ്യമങ്ങൾ. എന്തിനേറെ ഒരു മുൻമന്ത്രി, ഇപ്പോഴും MLA, പേര് K ബാബു, 1/4 കോടിയിലേറെ രൂപയുടെ അനധികൃത സ്വത്താണ് പ്രഥമ ദൃഷ്ട്യാ ED കണ്ടുകെട്ടിയത്. ഒന്നാം പേജ് ലീഡ് വാർത്തയായില്ല, അന്തിച്ചർച്ചയായില്ല, കോലാഹലമില്ല. മറ്റൊരു MLA 1/2 ഏക്കർ റവന്യൂ ഭൂമിയാണ് അനധികൃതമായി വളച്ചുകെട്ടി സ്വന്തമാക്കിയത്. കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് മണ്ണൊലിച്ചു പോകാതിരിക്കാൻ തടയണ കെട്ടിയതാണെന്ന്. പൊതു സ്വത്ത് സംരക്ഷിക്കാൻ കാണിച്ച ആ മഹാമനസ്കത, അതാണ് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്.